താരവും തരംഗവും. ശരിക്ക് സ്ക്രീനിന് മുന്നിൽ അഭിനയിക്കുന്നതിനേക്കാൾ മികച്ച രൂപത്തിൽ ഇവരൊക്കെ സ്ക്രീനിന് പിന്നിൽ അഭിനയിക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. കാരണം നിലാവുണ്ടെന്ന് കരുതി നേരം വെളുക്കുവോളം കക്കുന്നത് ശരിയല്ലല്ലോ. സ്വാഭാവി ചോദിക്കുന്നത് എവിടെയാണെന്നോ? പ്രജുവിന് പറഞ്ഞത് മനസ്സിലായില്ല? പ്രജുവിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല? എന്ത് ചെയ്യണം? ഞാൻ വാട്സപ്പ് ലൊക്കേഷൻ ഇട്ട് തരണോ? നാളെ എന്നെ ചരമകോളത്തിൽ കാണാനുള്ള താല്പര്യം കൊണ്ട് ചോദിക്കുക. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. അന്ന് ആലോചിച്ച് നോക്കിയ ഇവരുടെയൊക്കെ ഇന്റൻഷൻ എന്താണെന്ന്. ഞാൻ ജീവിച്ചിരിക്കണത് തീരെ അങ്ങോട്ട് സഹിക്കുന്നില്ല അല്ലേ? പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് ഈ ശവം അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചോദിക്കുന്നത്. കാരണം കൃത്യമായിട്ട് പറഞ്ഞിട്ട് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക? അപ്പൊ സ്ക്രീനിന് മുന്നിൽ അഭിനയിക്കുന്നതിനേക്കാൾ മികച്ച രൂപത്തിൽ സ്ക്രീനിന് പിന്നിൽ അഭിനയിക്കുന്ന അഭിനേത്രികളെയാണ് നമ്മൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മീഡിയയിലൂടെ കണ്ടത്. അപ്പോൾ ഇവർക്കൊക്കെ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. പെണ്ണാണെങ്കിൽ ലൈംഗികത. അത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സരിതാ നായര് പല വിഷയങ്ങളും പറഞ്ഞപ്പോൾ ചില ആളുകളൊക്കെ തള്ളിക്കളഞ്ഞു. അങ്ങനൊരു വിഷയമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ കൃത്യമായി ഭരിക്കുന്ന പാർട്ടിക്കെതിരെ പറഞ്ഞപ്പോൾ പ്രതിപക്ഷം അതിനെ കൂട്ടുപിടിച്ചു. കാരണം പ്രതിപക്ഷത്തിന് അത് ആവശ്യമായിരുന്നു. പ്രതിപക്ഷത്തിന് ഭരണസിനാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ അധികാര കസേരയൊന്ന് ഇറക്കണമെങ്കിൽ അവർക്ക് അത് ആവശ്യമായിരുന്നു. ആ സമയത്ത് സരിത പറഞ്ഞതൊന്നും ആരോപണങ്ങളായിരുന്നില്ല. സരിത പറഞ്ഞതൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കാര്യമായിരുന്നു. സരിത ഇപ്പോ മുഖ്യമന്ത്രിയെ കൂടിയാണ് ആരോപണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് തികച്ചും വ്യക്തമായ ഒരു വസ്തുത അവർ തുറന്നു പറയുന്നത്. അതൊന്ന് കേൾക്കുക. അവരോട് ആരാണ് അങ്ങനെ പറഞ്ഞതെന്നും അതിനെതിരെ അവരേത് രൂപത്തിലാണ് പ്രതികരിച്ചതെന്നും നമുക്കൊന്ന് അറിയണ്ടേ. ഇവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. പെണ്ണാണ് എതിർകക്ഷിയെങ്കിൽ പെണ്ണിന്റെ ശരീരം പുരുഷൻ ആസ്വദിക്കാനുള്ളതാണ് എന്ന ഇവരുടെ ഒരു ബോധമാണ് ഇവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത്. പിണറായി സപ്പോർട്ട് ഇല്ലാത്തല്ലേ നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുന്നേ. നമുക്ക് ചേച്ചി വാർത്ത വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലേ? ഞാനൊരു കാര്യം ചോദിക്കുന്നുള്ളൂ. പിണറായി എന്നെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇന്നലെ എന്താ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞേ? ഇന്നലെ എന്താ കോടതിയിൽ കൊടുത്തേ? ഒരു പൊളിറ്റീഷ്യൻസ് ആണ്. ഈ പറയുന്നതൊക്കെ നമ്മൾ തമ്മിൽ പറയാം. വാക്കെന്ന് പറഞ്ഞാൽ അവിടോട്ട് പോയാൽ നീ പോ, നിന്റെ പാട്ടെന്നത് പറയാം. എന്നാ പിടിച്ചോ, മോത്തെറിയുന്നതിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ സകല വാതിലും കൊട്ടിയടയ്ക്കും. നമുക്ക് അവരെ സോപ്പിട്ടേ നിൽക്കാൻ പറ്റും. നമ്മൾ രണ്ടുപേരും കൂടെ പറയും. നമ്മൾ ഈ ഉദ്യോഗസ്ഥരും നമ്മളടുത്ത് ഇത് സംസാരിക്കും. അവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. ട്രിക്സ് ആണ് അവർക്ക്. മനസ്സിലാണോ? തന്ത്രം. ആ തന്ത്രത്തിൽ നിന്നും പറഞ്ഞിട്ട് നമുക്ക് എതിര് പറഞ്ഞ് സംസാരിച്ച് ജയിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അവരെ സ്നേഹിച്ച് നിന്നിട്ടേ കാര്യം സാധിക്കാം. എതിരാ അയാൾ പറഞ്ഞ തോന്നിയ ചേച്ചി കേട്ടില്ലേ? ഒന്ന് കളിക്കാൻ പറ്റുമോന്ന് അങ്ങനെ ചോദിച്ചാൽ ചേച്ചി എന്താ ചെയ്യും? ചെരുപ്പൂരി അടിക്കുമോ? അത് നിന്റെ അങ്ങനല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പോലീസും CM നേരത്തെ അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോകുന്നതെന്ന് കൂടെ മനസ്സിലാക്കിക്കോ. അത് ചേച്ചിക്ക് അറിയാമോ? അതിന് പോകുമ്പോ ഞാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് എന്തെങ്കിലും യൂസ് ചെയ്യണം. വിശ്വസിച്ച് വിളിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എന്റെ മനസ്സിനകത്ത് ബോധമുണ്ടെങ്കിൽ അയാൾ വിളിക്കുന്നത് തന്ത്രപരമായ കാര്യങ്ങൾക്കല്ലാന്ന് ബോധമുണ്ടെങ്കിൽ ഞാൻ എന്തിനു പോകണം? ചെയ്തത്. അതുകൊണ്ട് അയാൾ എന്റെ അടുത്ത് ചോദിച്ച ആ വാക്കുകളും അതിനകത്ത് വന്നു. ഒന്ന് കളിക്കാൻ പറ്റുമോ? ഇപ്പൊ കളിക്കാൻ പറ്റുമോ? അല്ലെ കൈ പിടിച്ച് കളയാമോ? കേട്ടായിരുന്നോ? അല്ലെ കൈ പിടിച്ചൊന്ന് കളയാൻ പറഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ട് ചേച്ചി എന്റെ ഫോൺ ചെയ്തിട്ട് ഈ മരമാസി പറഞ്ഞ എന്താണെന്ന് അറിയാമോ?
നിന്റെ കാലിന് സുഖമില്ലായിരുന്നല്ലോ, നിന്റെ കാൽ അകത്തി വെക്കാനൊക്കെ പറ്റുമോ? ഒന്ന് കയറി ചെയ്യാൻ തോന്നുന്നു കേട്ടോ. അവൻ എന്റെ അടുത്ത് ഫോണിൽ പറഞ്ഞതാ. ഇതൊക്കെ ആര് കേട്ടതാണ്? CM ഉൾപ്പെടെയുള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള എല്ലാവരും കേട്ടതാണ്. അപ്പൊ ഒരു പെൺ ഒറ്റയ്ക്ക് താമസിച്ച ഇവന്റെയൊക്കെ സ്വഭാവം ഇതാണെന്നല്ലേ പറയുന്നത്? ആണോ? എന്താ വാർത്താ സമ്മേളനം നടത്താത്തത് PC ജോർജ് ഇപ്പം? മിനിറ്റിന് വാർത്താ സമ്മേളനം വിളിക്കുമായിരുന്നു PC ജോർജ്. ഇപ്പൊ PC ജോർജ് എവിടെ പോയി? ഞാൻ ആ വയറിൽ വിട്ട് തള്ളിയത് അയാളെ എന്റെ അടുത്തോട്ട് വന്നതിന്. ഞാൻ ആ വയറിൽ 2 കൈ വെച്ച് ഒരൊറ്റ തള്ളു പുറകോട്ട്. പിന്നെ എന്താ വേണ്ട? ആരോഗ്യം നല്ലത്, മനസ്സിന്റെ ധൈര്യമാണ് ശരിക്കും പറഞ്ഞാൽ. എനിക്കപ്പം എന്റെ ഇപ്പോഴത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഇയാൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് അറിയണമായിരുന്നു. കള്ളക്കളി. അതാണ് എന്നെ ഗവൺമെന്റ് ഏൽപ്പിച്ച ദൗത്യം. നമസ്കാരം. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള ഓഡിയോ സരിത നായരുടേതാണ്. അവർ കൃത്യമായി പറഞ്ഞിരിക്കുന്നു പിണറായി വിജയനാണ് PC ജോർജിനെ കുടുക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന്. എത്ര നികൃഷ്ടനായ ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഈ ഓഡിയോ എന്ന് മനസ്സിലാക്കുന്നത്. എത്ര വൃത്തികെട്ട രൂപത്തിലാണ് സരിത നായർ PC ജോർജിനെ കുറിച്ച് ഇല്ലാത്ത കെട്ടിച്ചമച്ച കാര്യങ്ങൾ പറയുന്നത്. ഇതുപോലെ തന്നെയല്ലേ പ്രതികാരം തീർക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടിയോടും അതേപോലെ മറ്റു നേതാക്കന്മാരോടും കുറിച്ചും പിണറായി വിജയനും സരിതയും കൂടി ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. എത്ര നികൃഷ്ടനായ ഒരു മനുഷ്യനാണ് പിണറായി വിജയൻ, എത്ര പരമാറിയാണ് പിണറായി വിജയൻ, എത്ര ഭീകരനാണ് പിണറായി വിജയൻ. ആ അധികാരം ഉപയോഗിച്ച് ഏതൊരാളെയും നശിപ്പിക്കാൻ പിണറായി വിജയൻ തയ്യാറാവുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഓഡിയോ. രാഷ്ട്രീയത്തിൽ എല്ലാവരും പുലർത്തേണ്ട ഒരു മര്യാദയുണ്ട്. ഇത്രയും കാലം എല്ലാ രാഷ്ട്രീയക്കാരും കേരളത്തിൽ അത് പുലർത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 2015 അതെല്ലാം മറഞ്ഞു. പിണറായി വിജയൻ ഏത് വിധത്തിലും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം പലതും കാട്ടിക്കൂട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് പിണറായി വിജയൻ സരിത എന്ന് പറയുന്ന ഭൂലോക ഫ്രോഡിനെ കൂട്ടുപിടിച്ച് ഉമ്മൻചാണ്ടിയെ താഴെ വീഴ്ത്തിയത്. ഉമ്മൻചാണ്ടിക്കെതിരെ വളരെ വൈകൃതങ്ങൾ നിറഞ്ഞ പരാമർശങ്ങൾ നടത്തിച്ചുകൊണ്ട് സരിത എസ് നായരെ പിണറായി വിജയൻ രംഗത്തിറക്കി. അതിനെ സഹായിച്ചിട്ടുള്ളത് ഗണേശനായിരുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും സങ്കടകരമായ കാര്യം. കാരണം ഗണേശൻ ഇപ്പോൾ പലതും സത്യം വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു, വെട്ടിത്തുറന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തോട് നമുക്ക് എല്ലാവർക്കും ഒരു താല്പര്യമുണ്ട്, സ്നേഹവുമുണ്ട്. പക്ഷെ അന്ന് 2015 അങ്ങനെ ആയിരുന്നില്ല. ഏത് വിധേനയെങ്കിലും ഉമ്മൻചാണ്ടിയെ താഴ്ത്തി ഇറക്കണം എന്നുള്ളതായിരുന്നു ഗണേശന്റെ ഉദ്ദേശം. അതിന് കാരണം സരിത നായരുടെ ഭർത്താവിൽ നിന്ന് കിട്ടിയ തല്ലായിരുന്നു. ഭർത്താവ് എന്ന് പറയുന്നത് യഥാർത്ഥ ഭർത്താവല്ല, ബിജു രാധാകൃഷ്ണൻ എന്ന തട്ടിപ്പുകാരനായിരുന്നു. സ്വന്തം ഭാര്യയെ സരിത നായരും അതേപോലെ ബിജു രാധാകൃഷ്ണൻ കൂടിയാണ് കൊന്നത് എന്നുള്ളൊരു സംഭവമുണ്ട്. അതില് ഒരു സാക്ഷി കൂടിയാണ് ഞാൻ. അങ്ങനെയുള്ള ബിജു രാധാകൃഷ്ണൻ ഗണേശനെ വീട്ടിൽ തല്ലിയപ്പോൾ അതിന്റെ പേരിൽ മന്ത്രിസ്ഥാനം പോകേണ്ടി വന്നു. ഭാര്യ അദ്ദേഹത്തിൽ നിന്ന് ഗണേശനെതിരെ പരസ്യമായി രംഗത്ത് വന്നു. അങ്ങനെയുള്ള സംഭവത്തിൽ ഗണേശനും സരിതയും അടുത്ത ബന്ധമുണ്ടാവുകയും അതിലൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് PC ജോർജ് പറഞ്ഞിട്ടുള്ളത്. സരിത എന്താണെന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. കാരണം ബിജു രാധാകൃഷ്ണനും കൂടി ചേർന്നുകൊണ്ട് ബിജു രാധാകൃഷ്ണന്റെ ഭാര്യയെ കൊന്ന ശേഷം അവിടെ നിന്നുകൊണ്ട് തന്നെ സരിത മറുകണ്ഠം ചാടി ഗണേശനോടൊപ്പം. ഗണേശന് നിന്നൊരു കുട്ടി ജനിക്കുന്നു. അവസാനം ബിജു രാധാകൃഷ്ണൻ തല്ല് കൊള്ളുന്നു. ഈ സന്ദർഭത്തിലാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് അദ്ദേഹത്തിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി എന്നുള്ളതിന്റെ പേരിൽ പ്രതികാരം തീർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഗണേശനും അതോടൊപ്പം സരിതയും ചേർന്ന് പിണറായിയോടൊപ്പം ഒത്തുചേരുന്നു, ഗൂഢാലോചന നടത്തുന്നു. ഉമ്മൻചാണ്ടിയെ അവസാനം പിടിച്ചു പുറത്താക്കാൻ വേണ്ടി അദ്ദേഹത്തെ അടക്കമുള്ള മന്ത്രിമാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ലൈംഗിക വൈകൃത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അത് വ്യാപകമായ രൂപത്തിൽ ഏറ്റെടുക്കുന്നു ചില പത്രദൃശ്യ മാധ്യമങ്ങൾ. കോടികളാണ് ഇതിനെ ചെലവഴിച്ചത്. അവസാനം ഉമ്മൻചാണ്ടി വീഴുന്നു. ഉമ്മൻചാണ്ടിക്ക് നിർബന്ധമായിട്ടും അടുത്ത മന്ത്രിസഭ ഉമ്മൻചാണ്ടിയുടേതായിരിക്കുമെന്ന് കൃത്യമായ അറിവുണ്ടായിരുന്ന പിണറായി വിജയൻ അദ്ദേഹത്തെ വീഴ്ത്താൻ വേണ്ടി ഒരു പെണ്ണിനെ തന്നെ കൃത്യമായി ഗൂഢാലോചന നടത്തി ഉപയോഗിക്കുകയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭ അതോടുകൂടി താഴെ വിടുകയും ചെയ്തു. അങ്ങനെയാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത്. അധികാരത്തിൽ വന്ന ശേഷം സരിത നായർക്ക് എന്ത് തെമ്മാടിത്തരം കാണിക്കാനുള്ള ലൈസൻസ് ആണ് കൊടുത്തത്. പിൻവാതിൽ നിയമനത്തിനും മുൻവാതിൽ നിയമനത്തിനും മുന്നിലൂടെയും പിന്നിലൂടെയും കയറ്റി ജോലി കൊടുക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും പിണറായി വിജയൻ ആർക്ക് കൊടുത്തു? സരിത നായർ കൊടുത്തു. ഏതെങ്കിലും ആളെ മുൻവാതിൽ വഴി നിയമിക്കുന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ട് നിയമിക്കുന്നുണ്ടെങ്കിൽ അത് സരിത നായർ വഴിയാണ് നിയമിക്കുന്നതെന്ന് ഉണ്ടാക്കിയെടുത്ത് അത് ലക്ഷങ്ങൾ വാങ്ങുന്നതിനും പിൻവാതിൽ നിയമനം നടത്തിക്കുന്നതിനും എല്ലാ വഴികളും ഉണ്ടാക്കി കൊടുത്തത് പിണറായി വിജയനാണ്. അങ്ങനെ സരിത നായർ പിണറായി വിജയന്റെ പിൻവാതിലിന്റെയും മുൻവാതിലിന്റെയും അധികാരിയായി മാറി. കാണുന്നവർക്കെതിരെ എന്ത് ആരോപണം ഉന്നയിക്കാനും റെഡി ആയിട്ടുള്ള സരിത നായർ അവസാനം കൂടെ നിന്നിട്ടുള്ള PC ജോർജിനെ തന്നെ ആണ് ലക്ഷ്യം വെച്ചത്. ആരുടെ ആവശ്യപ്രകാരം? പിണറായി വിജയന്റെ ആവശ്യപ്രകാരം. ആ പിണറായി വിജയന്റെ ആവശ്യപ്രകാരം വരാൻ കാരണം എന്താണ്? പിണറായി വിജയനെതിരെ ഏറ്റവും
വിളിച്ചു പറഞ്ഞിട്ടുള്ളത് സ്വർണ്ണക്കള്ളക്കടത്താവട്ടെ അതുപോലുള്ള ആരോപണങ്ങളാകട്ടെ തുടർച്ചയായി ഉന്നയിച്ചുകൊണ്ട് പിണറായി വിജയനെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ളത് പി.സി. ജോർജ് ആയിരുന്നു. സ്വപ്നയെ കണ്ട ശേഷം എല്ലാ തെളിവുകൾ ശേഖരിച്ച ശേഷം പിണറായി വിജയൻ 29 തവണ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞത് പി.സി. ജോർജ് ആയിരുന്നു. അതേപോലെ ഇവിടെ നിന്ന് കൊണ്ടുപോയ നയതന്ത്ര ബാഗേജിലൂടെ കടത്തിക്കൊണ്ടുപോയത് ഡോളർ ആയിരുന്നു എന്നുള്ള കാര്യം, 100 കോടിയോളം വരുന്ന ഡോളർ ആയിരുന്നു എന്നുള്ള കാര്യം വിളിച്ചു പറഞ്ഞതും പി.സി. ജോർജ് ആയിരുന്നു. ഇതിനെതിരെ അദ്ദേഹം നേരിട്ട് CBIക്ക് കൊണ്ട് കേസ് കൊടുക്കാൻ വേണ്ടി തയ്യാറായതായിരുന്നു. എന്നാൽ പിന്നീട് പി.സി. ജോർജും സ്വപ്നയും ക്രൈം നന്ദകുമാറും ചേർന്ന് ഗൂഢാലോചന നടത്തി പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടൊരു സരിതാ നായരെ കൊണ്ടൊരു കള്ളപ്പരാതി കൊടുക്കുന്നു. ആ കള്ളപ്പരാതിയുടെ പേരിൽ പി.സി. ജോർജിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അവിടെ വെച്ച് പി.സി. ജോർജിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് അറിയാമോ? സരിതാ നായരെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു, ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, കോടതിയിൽ എത്തിക്കുന്നു. അവസാനം കോടതി കൃത്യമായി പഠിച്ചു, ഇവള് തട്ടിപ്പുകാരിയാണ്, സ്ഥിരമായിട്ട് സരിതാ നായർക്ക് കാണുന്നവർക്കെതിരെയെല്ലാം പരാതി കൊടുക്കുകയാണ്. ഉമ്മൻചാണ്ടി മുതൽ ഒരു 15ഓളം പേരുടെ പേരിൽ ആണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ കോടതി പി.സി. ജോർജിനെ വെറുതെ വിടുന്നു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്, പി.സി. ജോർജിനെതിരെ കേസെടുക്കണമെങ്കിൽ ആദ്യം പെർമിഷൻ മേടിക്കണമെന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ വിധത്തിൽ കേരളത്തിലെ ക്രമസമാധാന നില തകർത്തെറിഞ്ഞ പിണറായി വിജയന് ഏതൊരാളെ കുറിച്ചും എന്ത് വൃത്തികേടും പറയും എന്നുള്ളതിന് തെളിവാണ് ഞാൻ ഇപ്പോൾ ആദ്യം പുറത്തുവിട്ടിട്ടുള്ളത്. ആ പുറത്തുവിട്ടുള്ള കാര്യത്തിൽ പിണറായി വിജയനാണ് സരിതാ നായരെ കൊണ്ട് പച്ചത്തറികൾ, അതായത് ഒരു കുടുംബസമേതം കേൾക്കാൻ പറ്റാത്ത, പ്രായപൂർത്തി ആകാത്ത ആളുകൾ കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള പച്ചത്തറികൾ പി.സി. ജോർജിനെ അടക്കം ഉണ്ടാക്കിയെടുത്ത് മൊഴി കൊടുക്കുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പുറത്തുവിട്ടത്. കൃത്യമായി ഇവിടെ സരിത പറഞ്ഞിരിക്കുന്നു, പിണറായി വിജയന്റെ അറിവോടും സമ്മതത്തോടും താല്പര്യത്തോടു കൂടിയാണ് ഞാൻ പി.സി. ജോർജിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് എന്ന് പച്ചത്തെറി പറയുകയാണ്. ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ കാര്യങ്ങൾ പറയുമോ? ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീക്കല്ലാതെ പറയാൻ പറ്റുമോ? അവർ വൃത്തികെട്ട സ്ത്രീയാണെന്ന് നമുക്ക് അറിയാം. എന്നാൽ പിണറായി വിജയനെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു നേതാവ് അധികാരം പിടിച്ചെടുക്കാനും പ്രതികാരം തീർക്കാനും വേണ്ടി ഇത്തരത്തിലുള്ള സ്ത്രീകളെ കൊണ്ട് ഇത്തരത്തിലുള്ള അശ്ലീലപരമായ ആഭാസകരമായ സംസാരം പറയാൻ പാടുണ്ടോ? എന്തൊക്കെ വൃത്തികേടാണ് ആ സ്ത്രീ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ ഓഡിയോ പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പറയുന്നത് കള്ളമാണെന്ന് കരുതില്ലേ? കഴിഞ്ഞ തവണ ഒരു CPM കാരൻ പിണറായി വിജയനെ കുറിച്ച് കേരള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു. ഞാനത് പ്രസിദ്ധീകരിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിൽ ഫേസ്ബുക്കിൽ വന്ന കാര്യങ്ങളാണ് ഞാൻ വായിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ വീഡിയോ ഞാൻ പ്രസിദ്ധീകരിച്ചില്ല. ചില ടെക്നിക്കൽ കാര്യങ്ങൾ തീർത്ത് അടുത്തൊരു വീഡിയോ ആയി പ്രസിദ്ധീകരിക്കാമെന്നാണ് കരുതിയത്. ഞാനത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. പിറ്റേ ദിവസം ആ വീഡിയോ അടക്കമുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമായി. കാരണം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം. CPM കാരൻ പറഞ്ഞ കാര്യം ഞാൻ വായിക്കുകയാണ്. എന്നാൽ എനിക്കെതിരെ എങ്ങനെ കേസെടുത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു, 153, 505 2 വകുപ്പ് പ്രകാരം മതവികാരം വ്രണപ്പെടുത്താൻ ശ്രമിച്ചു, മറ്റൊരു വകുപ്പ് 120 KPO ആക്ട്, അതായത് ന്യൂസൻസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള വേറൊരു വകുപ്പ്. അങ്ങനെ 3 വകുപ്പുകൾ വെച്ച് നോൺ വെയിലബിൾ വകുപ്പ് അടക്കം എടുത്ത് എന്നെ അറസ്റ്റ് ചെയ്തു. ഓഫീസർ എടുത്ത് കമ്പ്യൂട്ടറിൽ എടുത്തോണ്ടി. അവസാനം ഞാൻ കോടതിയിൽ ക്ലെയിം പെറ്റീഷൻ കൊടുത്തപ്പോൾ കോടതി പറഞ്ഞു ഈ കേസ് ഒന്നും നിൽക്കില്ല. അതായത് ഞാൻ പറഞ്ഞ കേസുകളൊന്നും നിൽക്കില്ല. അതായത് ഇങ്ങനെയുള്ള പറയുന്ന കേസുകൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിഫമേഷൻ കേസ് കൊടുക്കണം എന്നാണ്. അതേപോലെ ഇവിടെ അന്ന് ഞാൻ എന്നോട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് ആ വീഡിയോ പ്രസിദ്ധീകരിച്ചില്ല? ഇവിടെ ഞാൻ അതുകൊണ്ട് തന്നെ സരിതയുടെ ഓഡിയോ ഞാൻ സ്ത്രീയുമായി സംസാരിക്കുന്ന ഓഡിയോ ആണ് പ്രസിദ്ധീകരിക്കുന്നത്. അതെന്തിനാണ് പ്രസിദ്ധീകരിച്ചത്? കൃത്യമായി സരിതയും പിണറായി വിജയനും ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെന്നും പിണറായി വിജയന്റെ വലങ്കൈയാണ് സരിതയെന്നും ഈ ഗവൺമെന്റ് കാലത്തെ പിൻവാതിലുടെയും മുൻവാതിലുടെയും നിയമനങ്ങൾ നടത്താനുള്ള എല്ലാ അധികാരവും പിണറായി വിജയൻ സരിതയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നും പിണറായി വിജയൻ സരിത അവിഹിത ബന്ധത്തിന്റെ കൃത്യമായ തെളിവാണ് ഞാൻ പുറത്തുവിട്ടിട്ടുള്ളത്. അല്ലാതെ പിണറായി വിജയൻ നിഷേധിക്കാൻ പറ്റുമോ? സരിതയ്ക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഒരു ചീഞ്ഞു നാറിയ ഒരു രാഷ്ട്രീയം കേരള സംസ്കാരത്തിൽ ഉണ്ടായിട്ടുണ്ടോ? രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു ഭരണാധികാരി ഉണ്ടായിട്ടുണ്ടോ? എതിരാളികളെ ഏത് വിധേനയും ഏത് ചീഞ്ഞു നാറിയ കാര്യങ്ങളിലൂടെയും തകർക്കുക, എന്നിട്ട് അധികാരം നിലനിർത്തുക. അതായത് സ്ത്രീകളെ ഉപയോഗിച്ച് ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ നേതാക്കന്മാരെ നശിപ്പിക്കുക. ഇവിടെ ആദ്യം എന്താ ചെയ്തത്? ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചു. അങ്ങനെ പ്രമുഖരായ ആളുകളെല്ലാം നശിപ്പിക്കാൻ ശ്രമിച്ചു. അതിലൊന്നും തെളിവില്ല എന്ന് കേരള പോലീസ് പറഞ്ഞു, പിന്നെ CBI പറഞ്ഞു. ഇപ്പൊ പി.സി. ജോർജിനെ നശിപ്പിക്കാനും കൂടെ നിൽക്കാത്തതിന് പി.സി. ജോർജിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും അതേ ആയുധം തന്നെ പിണറായി വിജയൻ സരിതയ്ക്ക് വെച്ചു കൊടുത്തിരിക്കുന്നു. പിണറായി വിജയന്റെ അറിവ് സമൂഹത്തോടെ ഗൂഢാലോചനയോടെ കൃത്യമായിട്ട് സരിത ഇങ്ങനത്തെ കാര്യങ്ങൾ പലരോടും വിളിച്ചു പറയുന്നു. ആലോചിച്ച് നോക്കണം, എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ കേരള രാഷ്ട്രീയം, എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ സംസ്കാരം, എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ സദാചാര മൂല്യങ്ങൾ, എവിടെ എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ മര്യാദകൾ. ഇവിടെ മര്യാദകൾ ഒന്നും തന്നെയില്ല. പിണറായി വിജയൻ ഇവിടെ എന്താണ് മര്യാദ? രാജാവ് കൽപ്പിക്കുന്നതാണ് ആകെയുള്ള നിയമം. രാജാവ് നഗ്നനാണെന്നോ രാജാവിന്റെ കീഴിലാണ് ഇത്തരം അശ്ലീലതകൾ പ്രചരിപ്പിക്കുന്നതെന്നോ പറയാൻ
പ്രജകൾക്ക് ധൈര്യമില്ലാതായിരിക്കുന്നു. ഇപ്പോ നമ്മൾ നിരന്തരം കണ്ടുവരുന്ന വസ്തുതകളും അതുതന്നെയാണ്. ഇപ്പോ ദാ സിദ്ദീഖ്, കുടുംബം തകർന്നു, മകന്റെ ജീവിതം പോയി. മരുമകൾ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടിയായിരുന്നു, ഡോക്ടറാണ്. അവരുടെ കുട്ടിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ നല്ല രൂപത്തിൽ എടുക്കാൻ വേണ്ടി വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇടിത്തി പോലെ ഈ സംഭവം വന്ന് തലയിൽ വീഴുന്നത്. സിദ്ദീഖ് ഉടനെ തന്നെ അത്യാസന്ന നിലയിലായി, ആശുപത്രിയിലുമായി. എളുപ്പമുണ്ടല്ലോ, ആശുപത്രിയിലായി കഴിഞ്ഞാൽ ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചാൽ മതി. ലാലേട്ടന്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ ലൈംഗിക ആരോപണം ഉന്നയിച്ച യുവനടിയായ രേവതി സമ്പത്ത്, അവർക്കെതിരെ ഇപ്പോൾ നടൻ സിദ്ദീഖ് ഒരു പരാതി നൽകി. ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ട് എന്ന് സിദ്ദീഖ് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചു. രേവതി സമ്പത്തിന്റെ ആരോപണങ്ങളുടെ പിന്നിലുള്ള അജണ്ട അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് DGPക്കാണ് പരാതി നൽകിയത്. കാരണം ഇത് നൽകിയിട്ടില്ലെങ്കിൽ സിദ്ദീഖ് ഇത് ചെയ്തു എന്നേ സിദ്ദീഖിന്റെ ഫാൻസ് വിചാരിക്കൂ. അതുകൊണ്ട് പിന്നീട് കേസും വഴക്കും പുക്കാറും വിധിയും ഒക്കെ പിന്നീടല്ലേ വരുന്നത്. അപ്പോഴേക്ക് ജനങ്ങൾ ഇതൊക്കെ മറന്നിട്ടുണ്ടാകും. ഉന്നയിക്കുന്നത് വ്യത്യസ്തമായ രേവതി സമ്പത്തിന്റെ ആരോപണം ഇത് വ്യത്യസ്തമായ സമയങ്ങളിലായിട്ടാണെന്നും നേരത്തെ ഉന്നയിച്ചപ്പോൾ ഇല്ലാതിരുന്ന ബലാത്സംഗ ആരോപണം ഇപ്പോൾ ഉയർന്നു വന്നെന്നും രേവതി സമ്പത്തിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ടെന്നും DGPക്ക് സിദ്ദീഖ് നൽകിയ പരാതിയിൽ പറയുന്നു. സിദ്ദീഖ് മോശമായി പെരുമാറിയെന്നും ലൈംഗികമായി തന്നെ ഉപദ്രവിച്ചു എന്നുമാണ് നടി രേവതി സമ്പത്ത് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദീഖ് രാജിവെച്ചു. ആരോപണങ്ങൾ ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ ചുമതലയിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഉചിതമെന്ന് സിദ്ദീഖ് പ്രതികരിച്ചു. എന്നാൽ രേവതി സമ്പത്ത് ഇതുവരെയും നിയമപരമായി വിഷയത്തെ സമീപിച്ചിട്ടില്ല. സർക്കാരിന്റെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ പോലീസിൽ പരാതി നൽകൂ എന്നായിരുന്നു നടിയുടെ നിലപാടാദ്യം. സിദ്ദീഖിനെതിരെ ആരോപണം ഉന്നയിച്ച നടൻ റിയാസ് ഖാനെതിരെയും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. റിയാസ് ഖാൻ ഫോണിൽ വിളിച്ച് അശ്ലീലമായി സംസാരിച്ചു എന്നായിരുന്നു ആരോപണം. എന്നാൽ മറുഭാഗത്ത് ഇതിനെതിരായും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്, വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇവർക്കൊന്നും അവസരങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണെന്നും അതല്ലെങ്കിൽ ഇവർക്ക് ആരോടെങ്കിലുമുള്ള പകയോ അതല്ലെങ്കിൽ ഇവരെ ആരൊക്കെയോ ഉപയോഗപ്പെടുത്തുന്നത് കൊണ്ടാണ് ഇവരിത് പറയുന്നതെന്നുമൊക്കെയാണ് പൊതുവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളൊക്കെ തന്നെ. കാരണം എന്തുകൊണ്ടാണ് ഇത്രയും കാലം ഇവരിത് പറയാൻ കാലതാമസം എടുത്തത് എന്നതാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. ഏതാണ്ട് അമ്മ പെറ്റ മക്കളെല്ലാം ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നത് പോലെ അമ്മയിലെ എല്ലാ ആളുകളെ കുറിച്ചും ഇതേ രൂപത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരികയാണ്. 4 പ്രമുഖ നടന്മാർ കൂട്ടായി ബലാത്കാരം ചെയ്തു എന്നാണ് മറ്റൊരു നടി പറയുന്നത്. അവരാണ് മീനു. അപ്പൊ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല്, നീ ആർക്കും കൊടുക്കണ്ടേ, മെഴുകുതിരിയുടെ ഉരുക്കോ വാസ്കല്ലേ, വാസ്കോ വെച്ച് അടച്ചു വെച്ചു, നീ ആർക്കും കൊടുക്കണ്ട. ഇടവേള ബാബു, ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ്, ജയസൂര്യ, മണിയമ്പല രാജു, മുകേഷ് ചേട്ടൻ. അപ്പൊ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് ഒരു ഓടി പോരെ താഴെ വന്നു. അപ്പം ജയസൂര്യ എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, മീനു ഞാൻ ഒരു കാര്യം ചോദിക്കും, എസ് ഓർ ഒന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പം ഞാൻ ചെന്ത് പറഞ്ഞു, അതെ എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിന്നിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യം നമുക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം. നമസ്കാരം. മലയാള സിനിമ എങ്ങോട്ടാണ് പോകുന്നത്? ഓരോ നിമിഷവും ഉദ്വേഗജനകമായ നിമിഷങ്ങൾ കടന്നു പോവുകയാണ്. ഓരോ നടന്മാരും സംവിധായകരും പ്രൊഡ്യൂസർമാരും അതുമായി ബന്ധപ്പെട്ട ആളുകളുമെല്ലാം തന്നെ ഞെട്ടലോട് കൂടിയിട്ടാണ് കഴിയുന്നത്. മോഹൻലാലും മമ്മൂട്ടിയും അടക്കം കേരളത്തിലെ പ്രമുഖ സംവിധായകരടക്കം മറ്റു നടന്മാരടക്കം എല്ലാവരും പേടിച്ചരണ്ട് ഇരിക്കുകയാണ്. ക്ഷേമ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ആ റിപ്പോർട്ടിലെ ഏതാനും ഭാഗങ്ങൾ വരികയും ചില നടികൾ ചില വെളിപ്പെടുത്തലുകൾ വരികയും ചെയ്തതോടെ സർക്കാരിനാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ കഴിഞ്ഞ കുറെ കാലമായി 4.5 വർഷമായി ഈ റിപ്പോർട്ട് വെച്ച് കച്ചവടം ചെയ്യായിരുന്നു പിണറായി വിജയൻ, അതേപോലെ സജി ചെറിയാനും. മാത്രമല്ല ഇതിൽ ചില നടികളെ ഉപയോഗിച്ചു എന്ന് പറയുന്ന സംഭവം കൂടിയുണ്ട്. നമ്മുടെ സജി ചെറിയാനെതിരെ നടികളെ ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു കഥ കൂടി വന്നിട്ടുണ്ട്. ഏതൊക്കെ നടികളെയാണ് ഇത് കൊടുത്തതെന്നൊന്നും നമുക്കറിയില്ല, കേട്ട കാര്യം ഞാൻ പറഞ്ഞതാണ്. ഈ പൂഴ്ത്തി വെക്കാൻ മന്ത്രി നടികളെ ആവശ്യപ്പെട്ടു
എന്ന് പറയുന്ന വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് വളരെ വിശദമായി പറയാം. മമ്മൂട്ടി മോഹൻലാലിനെ കുറിച്ചുള്ള പരാതി കൊടുക്കാൻ ചില പെൺകുട്ടികൾ റെഡി നിൽക്കുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിലാണ് മിനു മുനീർ എന്ന് പറയുന്ന നടി വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അതിലെ പരാതിക്കാർ അവർ പറയുന്ന മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ ആൻഡ് വിച്ചു ഇൻ ദ മലയാളം ഫിലിം ഇൻഡസ്ട്രി 7 പേർക്കെതിരെ ശക്തമായുള്ള പരാതിയുമായിട്ട് വന്നിരിക്കുന്നത്. അവരിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് 7 മണിക്കൂർ മുമ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ഐ ആം റൈറ്റിംഗ് ടു റിപ്പോർട്ട് എ സീരീസ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഫിസിക്കൽ ആൻഡ് വെർബൽ അബ്യൂസ് ഐ സഫേർഡ് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ, etc. പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ ആൻഡ് വിച്ചു in the Malayalam film industry. In 2013, I was subject to physical and verbal abuse by these individuals while working on a project. I tried to cooperate and continue working, but the abuse became unbearable. As a result, I was forced to leave the Malayalam film industry and relocated to Chennai. I had spoken out against the abuse in an article published in Kerala Gambhi titled "Minu left Malayalam industry for unable to cooperate with adjustments. I am now seeking justice and accountability for the trauma and suffering I endured. I request your assistance in taking action against for their heinous actions." വളരെ ശക്തമായിട്ടുള്ള ഒരു പരാതിയാണ്. മുകേഷ്, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ, അപ്പൊ ഇവർക്കെതിരെ തന്നെ എല്ലാം പരാതികൾ വന്നിട്ടുള്ള. ഞാനിപ്പം മുകേഷിന്റെ കാര്യം, കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പെണ്ണുപിടിയൻ ആരാണ് സിനിമയിൽ എന്ന് വെച്ചാൽ വേറെ ആരുമല്ല, ഓരോ പെൺകുട്ടികളുടെ എക്സ്ട്രാ നടികളുടെ വീട് റൂമിലേക്ക് വാതിലിടിച്ച് കയറി കാളക്കൂറ്റിനെ പോലെ മുക്കറയിട്ടുകൊണ്ട് ബലാത്സംഗം ചെയ്യുന്ന ഒരാളാണ് മുകേഷ്. മണിയൻപിള്ള രാജു എന്ന് പറയുന്നത്, ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മോഹൻലാലും പ്രിയദർശനും മണിയൻപിള്ള രാജുവും ശ്രീകുട്ടനും ഒരുമിച്ച് ലിസി എന്ന് പറയുന്ന നടിയെ ആദ്യം അവർ സിനിമയിലേക്ക് വന്നപ്പോൾ ഉപയോഗിച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അമ്മ തന്നെ, ലിസി എന്നിട്ട് അമ്മ പൂക്കാട്ട് പോടി ഏരിയ എന്ന കുപ്രസിദ്ധ വേശ്യ മകളെ എറിഞ്ഞു കൊടുക്കുകയായിരുന്നവർക്ക്, എന്നിട്ട് സിനിമ നടിയാക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്റെ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ കാണേണ്ടതാണ്, ക്രൈം സ്റ്റോറിയിൽ കാണുക. ജയസൂര്യക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ജയസൂര്യനെ നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. തൊടുപുഴയിൽ വെച്ച് ഒരു സോണിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൃത്യമായിട്ട് സിനിമ സെറ്റിൽ വെച്ച് ബാത്റൂമിൽ എടുത്ത് വെച്ച് പിന്നിൽ കൂടെ കയറി പിടിച്ച കഥ വന്ന ശേഷം തുടർച്ചയായി ജയസൂര്യയെ പറ്റിയുള്ള ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ജയസൂര്യ ഇങ്ങനെ ഫിസിക്കലി ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്ന ഒരു സംഭവം വീണ്ടും വന്നിരിക്കുകയാണ്. ഈ 4 പേരും ഉറപ്പായിട്ടും അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഫിസിക്കലി അബ്യൂസ് ചെയ്തു എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നോബിൾ ആൻഡ് വിച്ചു എന്ന് പറയുന്ന 2 പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സും ഇതിനകത്ത് പ്രൊഡക്ഷൻ കൺട്രോളർമാരും ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും മലയാള സിനിമ എങ്ങോട്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ഞെട്ടലോട് കൂടിയിട്ട് കാണേണ്ടതാണ്. 5 വർഷം മുമ്പ് ഇത് പൂഴ്ത്തിവെച്ച പിണറായി വിജയനും സജി ചെറിയാനും അന്നത്തെ പോലീസ് DGP ആയ ബെഹ്റയും ഇതിൽ പങ്കാളിയാണ്. ബെഹ്റ അന്ന് കൃത്യമായിട്ട് പാൻ ചൊരിയുന്ന ഒരു റോസ് എന്ന് പറയുന്ന നടിയെ ഉപയോഗിച്ചു. അയാൾക്ക് അത് തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെടുകയും അവരെ കൊടുത്തു എന്ന് പറയുന്ന ഈ കേസിൽ ക്രിമിനൽ കേസ് ഒന്നും നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നോട്ട് എഴുതി കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ. അതിനർത്ഥം ഇതിനൊക്കെ തന്നെ കൂടാതെ ഏറ്റവും പുതിയ ഒരു സജി ചെറിയാൻ എന്ന് പറയുന്ന മന്ത്രി ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാൻ വേണ്ടി, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാനും ഇവരെല്ലാം പ്രതികളെ സ്ഥാനത്ത് രക്ഷപ്പെടുത്താനും വേണ്ടി 2-3 നടികൾ ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് ഏതൊക്കെ നടികളെന്ന് നമുക്കറിയില്ല. എന്തായാലും ഈ 4 പേർ വളരെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ആളുകളാണ്. മുകേഷ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു എന്ന് തുടങ്ങി പറയുന്ന ഇവർ, ഇടവേള ബാബു എന്ന് പറയുന്ന ഇവർക്കെതിരെ ഇപ്പം ആരോപണങ്ങൾ വേറെയും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇവര് കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ജയസൂര്യ എന്തിനാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ പോയത്? വെച്ചടി കയറുകയായിരുന്നില്ല, എന്തിനു കൊണ്ടേ നശിപ്പിച്ചു? താങ്കളെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഇതുവരെ വന്നിരുന്നില്ല. ഇപ്പോൾ താങ്കൾക്കെതിരെയും അഭിപ്രായം വന്നിരിക്കുന്നു. ഞെട്ടലോട് കൂടിയിട്ട് മാത്രമാണ് ഓരോ നിമിഷവും നമ്മൾ കേരളം കാത്തിരിക്കുന്നത്. ഞെട്ടലോട് കൂടി തന്നെയാണ് സിനിമ. അമ്മയുടെ ഓഫീസിന് ബോംബിട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഹേമ വന്ന് ബോംബിട്ടിരിക്കുന്നു. സിനിമാ മേഖല ആകെ തകർന്നു തരിപ്പണമായിരിക്കുന്നു. ഓരോരുത്തരും ഒളിവിലാണ് താമസിക്കുന്നത് എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. മമ്മൂട്ടി ഒളിവിലായതുകൊണ്ടാണ് സിദ്ദിഖിന്റെ ഫംഗ്ഷന് പോകാതിരുന്നത്. സിദ്ദിഖ് ഏത് സമയത്തും അറസ്റ്റ് വാറന്റ് വരും എന്നുള്ള രൂപത്തിൽ അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് പോകുന്നു എന്നുള്ള വിവരം കിട്ടുന്നു. അങ്ങനെ കേരളം മുഴുവൻ ഇളകി മറിയുകയാണ്. കേരളം മാത്രമല്ല, മലയാളികളുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ കേരളം ഈ ഫിലിം ഇൻഡസ്ട്രിയെ കുറിച്ച് ഞെട്ടലോട് കൂടിയിട്ടാണ് കാണുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നന്ദി, നമസ്കാരം. ഇന്നലെ പെട്ടെന്ന് ഒരു ദേഷ്യമായിട്ട് കൊണ്ടാൻ കാരണം മുകേഷ് ഇങ്ങനെ മീഡിയയിൽ പറയുന്നത് കേട്ടു. അത് ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഫ്രം പൊളിറ്റീഷ്യൻസ് ഉണ്ട് ഇത് പാർട്ടിയുടെ. അന്നേരം എനിക്ക് തോന്നി, ഇങ്ങനെയല്ല ഇത്രയെല്ലാം ചേർത്ത് ഫാബ്രിക്കേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ പിന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും പൊതുജനം അറിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പൊ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു. അപ്പൊ അവർക്ക് അത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് തരുള്ളൂ എന്ന് അവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു മുകേഷ്. കൂടുതൽ ലൊക്കേഷൻ വെച്ച് തന്നെ, അല്ലാണ്ട് നമ്മൾ കാണാനുള്ള ഇടയിൽ വരുന്നില്ല. അപ്പൊ ലൊക്കേഷൻ വെച്ച് തന്നെ ഇപ്പം മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, നീ ആർക്കും കൊടുക്കണ്ടേ മെഴുകുതിരിയുടെ ഉരുക്കോ വാസ്കില്ലേ, വാസ്ക് വെച്ച് അടച്ചു വെച്ചു, നീ ആർക്കും കൊടുക്കണ്ട എന്നങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ ഇന്നസെന്റ് ചേട്ടനെ ഞാൻ കണ്ടായിരുന്നു, ഫോൺ വിളിച്ചു. അപ്പോൾ പറഞ്ഞു, മിനു ഒരു കാര്യം ചെയ്യുന്ന വ്യക്തിയെ പോയി കണ്ടിട്ട് അമ്മയിൽ ചേരാൻ പറഞ്ഞു. അമ്മയിൽ ചേരണമെങ്കിൽ 3 സിനിമ കഴിഞ്ഞ് അമ്മയിൽ മെമ്പർഷിപ്പ് എടുക്കാം. ഞാൻ 6 സിനിമയോളം കഴിഞ്ഞായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ പുള്ളിക്കാരൻ വിളിച്ചു, മുകേഷ് ചേട്ടൻ വിളിച്ച് പറയാം, ഞാൻ അറിയാതെ അങ്ങോട്ട് നുഴഞ്ഞ് അമ്മയിൽ കയറാന്ന് വിചാരിച്ചല്ലേ. ഞാൻ അറിയാതെ ഒരു സംഭവവും മലയാള സിനിമയിൽ നടക്കില്ല, അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ വേറെ കമ്മിറ്റിന്ന് എന്നെ വിളിച്ച് പറഞ്ഞു, മിനുവിനെ ഈ കമ്മിറ്റി മെമ്പേഴ്സ് ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ ആരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ്? അപ്പൊ പറഞ്ഞു, ഇടവേള ബാബു, ഇവർക്കാണ് കമ്മിറ്റി മെമ്പേഴ്സ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു, മുകേഷ് ചേട്ടൻ. അപ്പൊ പിന്നെ ഇവർ ഓൾറെഡി എന്നെ അറിയുമെന്ന് പറയത്തില്ലല്ലോ.
അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത്. ആദ്യത്തെ വില്ലൻ പുള്ളിക്കാരനാണ്. ഇദ്ദേഹം ഇങ്ങോട്ട് നോക്കി എന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. അപ്പൊ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പോൾ എന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ചു പുള്ളിക്കാരൻ. അതൊരിക്കലും അത് ശരിയായില്ല. ഞാൻ പിന്നെ പെട്ടെന്ന് ഒരു ഓടി പോരെ താഴെ വന്നു. അപ്പം നമ്മുടെ ജഗദീഷ് കുമാർ സാർ മലയാള സിനിമയിലെ ഏതാണ്ട് എല്ലാ ആളുകളും ഇത്തരക്കാരാണ് എന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുക. നാറാൻ ഇനി എന്തെങ്കിലും വേണോ? ചേട്ടൻ എല്ലാ ആർട്ടിസ്റ്റ് ആ ഗ്രൗണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ജഗദീഷ് ചേട്ടൻ എന്ന് വെച്ചാൽ ഭയങ്കര ഹി വാസ് വെരി ഡീസന്റ് ആൻഡ് വെരി ജെന്യൂൻ പേഴ്സൺ ഹി വാസ്. അപ്പൊ എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു പുള്ളിക്കാരൻ. അപ്പൊ ഞാൻ വെച്ചാൽ പുള്ളിക്കാരൻ ഷെയർ ചെയ്താലോ ഇത് ചെയ്ത്, കാരണം എന്റെ ആദ്യത്തെ ഫിലിമാണ് ഇത്, ഇങ്ങനെയൊക്കെയാണ് ഫിലിം, നമുക്കങ്ങനെ തോന്നിയത് എന്താ സംഭവം അങ്ങനെ. അപ്പോഴത്തേക്കും പുള്ളി എന്റെ പുറകെ ഓടി വന്നായിരുന്നു, അല്ല ജയസൂര്യ. എന്നിട്ട് വന്നിട്ട് പറഞ്ഞു, മീനു ഞാനൊരു കാര്യം ചോദിക്കും, എസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഞാൻ ചെന്ത് പറഞ്ഞു, അതെ എനിക്ക് ഇവിടെ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മിന്നിന് ഇൻട്രസ്റ്റഡ് ആണ്, താല്പര്യം നിങ്ങൾക്ക് ഫ്ലാറ്റിൽ വെച്ച് കാണാം. ഞാൻ പറഞ്ഞു നോ, അത്ര പറഞ്ഞു. അതിനുശേഷം വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ ഇദ്ദേഹം കൊണ്ട് നോക്കിയ സിനിമ നടന്ന ആ സമയത്ത് ഇവരൊക്കെ ഇങ്ങനെയാണ് എന്ന് നമ്മൾ കേൾക്കേണ്ടി വരുമ്പോ എന്തോ നമ്മുടെ ഉള്ളിൽ ഇവരെ കുറിച്ചിട്ടൊക്കെ, ഇവരുടെ സിനിമയിലെ കഥാപാത്രങ്ങളിലൂടെ തന്നെയാണ് ഇവരോട് നമുക്കൊരു ഇഷ്ടം ജനിച്ചത്. എന്ത് രീതിയിലാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലേ? എനിക്ക് മാത്രമാണോ എന്നറിയില്ല. ഈ മീനു മുനീർ എന്ന് പറയുന്ന സ്ത്രീ മുമ്പ് ഇസ്ലാം മതം സ്വീകരിക്കുകയും മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഞാൻ അവർക്ക് അവരുടെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഞെട്ടിക്കുന്ന മറ്റൊരു ഡയറക്ടറുടെ വിഷയമാണ് വന്നിരിക്കുന്നത്. നമുക്കതുകൂടി ഒന്ന് കേൾക്കാം. വളരെ സത്യമാണ് പറയുന്നത്. ഒരു സംവിധായകൻ പറയുന്ന ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അല്ല, അതിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് സമൂഹം എങ്ങനെ എടുക്കുന്നുള്ളത് ഞാനിപ്പോ ചിന്തിക്കുന്നില്ല. കാരണം സത്യമാണ് പറയുന്നത്. ഒരു സംവിധായകൻ, വളരെ സീനിയർ ആയിട്ടുള്ള, വളരെ പ്രഗത്ഭനായിട്ടുള്ള മലയാള സിനിമയിലെ ഒരു സംവിധായകൻ നേരിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരമ്മയെയും മകളെയും ഒരേ സമയം ഒരു മുറിയിൽ അതിൽ ഒരു അമ്മയോടും മകളോടും ഒപ്പം ശയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരേ കട്ടിലിൽ അമ്മയും മകളും ഇയാളും. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ഇതൊക്കെ അത്രയും രതിവൈകൃതങ്ങളുടെ ഒരു വല്ലാത്തൊരു ആളുകളായി മാറുന്നത്. എന്തിനും തയ്യാറാണ്, അമ്മയാണോ മോളാണോ. അതൊക്കെ സിനിമക്കാരെ മാത്രമല്ലാണ്ട്, സിനിമക്കാരുടെ ഒരു സംഭവം ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമ്മളത് ഞെട്ടുന്നു മാത്രം. പക്ഷെ ഇതിനേക്കാൾ വലിയ സംഭവങ്ങൾ എത്ര. ഇപ്പൊ അൾത്താരയിൽ വെച്ചിട്ട് പീഡനം നടത്തുന്ന പുരോഹിതനേക്കാൾ വലിയ സംഭവമാണ് ഇതൊക്കെ. ഒരിക്കലുമല്ല. അതടക്കം സംഭവിക്കുന്ന ലോകമാണ്. പിന്നെ ഈ കുമ്പസാരക്കൂട്ടിൽ വന്ന് പറയുന്ന യുവതിയോട് അല്ലെങ്കിൽ ആ വീട്ടമ്മയോട്, പിന്നെ ആ കുമ്പസാരത്തിന്റെ രഹസ്യങ്ങൾ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് എത്ര വ്യഭിചരിക്കുന്ന വൈദികന്മാർ. അതെ അതെ, താങ്കൾ ഒരു പുസ്തകം തന്നെ എഴുതിയല്ലോ, നേർച്ച. അതെ അതെ, തീർച്ചയായിട്ടും. ഒരു പെൺകുട്ടി നേർച്ച ചെയ്യുന്നു, അവസാനം ആ പെൺകുട്ടി അതൊന്നും പറയാം, ആ നേർച്ച എന്നുള്ള ഒരു പുസ്തകത്തിന്റെ ആ ഒരു സംഭവം ഉണ്ട്. ലോകം മുഴുവൻ ശ്രദ്ധിച്ച അവാർഡ് കിട്ടിയ ഒരു പുസ്തകമാണല്ലോ താങ്കളുടെ. അതെ അതെ, തീർച്ചയായിട്ടും. അല്ല, നേർച്ച ഒരു സ്വന്തം ഇഷ്ടപ്രകാരം അല്ലാതെ കന്യാസ്ത്രീ ആകേണ്ടി വന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ്. അവളുടെ ഉള്ളിൽ ഒരിക്കലും ഇത് ഈ സ്നേഹദാഹം അടിച്ചമർത്താൻ പറ്റില്ല എന്നുള്ളത് കാണിക്കുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ വരെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളായി മാറുന്നു എന്ന് പറയുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്, നല്ല പ്രയാസമുണ്ട്. കാരണം ഇവരെയൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നമ്മൾ വിചാരിച്ചിരുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളെല്ലാം. 3 പേരുടെ ഭാഗത്ത് നിന്ന് മോശമായ അനുഭവം ഉണ്ടായി എന്ന് തുറന്നു പറയുകയാണ് ഹസീന എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉഷ. നമ്മൾ ഉഷയെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ ചിത്രങ്ങൾ നമുക്ക് വരുന്നത് മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്കകത്ത് ഒടുവിൽ അച്ഛൻ്റെ അധ്യക്ഷതയിൽ തന്നെ വേശ്യാവൃത്തിക്ക് പാത്രമാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതിലാണ് നമ്മൾ കൂടുതൽ ഇവരെക്കുറിച്ച് മൈൻഡ് ചെയ്യുന്നത്. സിനിമാ ലോകം മുഴുവനും മറ്റ് ഇതര സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഈ മലയാള സിനിമയെ ഏത് രൂപത്തിലായിരിക്കും നോക്കിക്കാണുന്നത് എന്നൊരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. അമ്മയെയും മകളെയും ഒരുമിച്ച് അനുഭവിക്കുക. ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണ്, പെണ്ണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്താണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായിക്കൊണ്ടിരിക്കുക.
ഇവർക്ക് പണമുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ആരോടും എന്തും പറ്റും എന്ന ഒരു ധാർഷ്ട്യവും ഇവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് മീനു മുനീറിന്റെ സമ്മതം പോലും ഇല്ലാതെ അവരെ കെട്ടിപ്പിടിക്കുന്നു, ചുംബിക്കുന്നു. തിരുവനന്തപുരത്ത് എനിക്ക് ഫ്ലാറ്റ് ഉണ്ട്, വരുമോ എന്ന് ചോദിക്കുന്നു. ഇതൊക്കെ തുറന്നു പറയുമ്പോൾ ഈ വ്യക്തികൾക്ക് കുടുംബമുണ്ട്. ഇപ്പോൾ ദാ സിദ്ദീഖ് പറയുന്നു കുടുംബം ഏതാണ്ട് തകർന്നു തരിപ്പണമായിപ്പോയി. എന്താ കാരണം? മക്കളുണ്ടല്ലോ, പ്രായപൂർത്തിയായ മക്കളെ കെട്ടിച്ചയച്ചു. ആൺകുട്ടികൾ പെണ്ണ് കെട്ടി കൊണ്ടുവന്നു. അവരൊക്കെ അന്തസ്സായിട്ട് മര്യാദയ്ക്ക് ജീവിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് വിഭിന്നമായി ഇവരൊക്കെ ഈ രൂപക്കാരാണ് എന്നുകൂടി മനസ്സിലാക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇനിയും നമ്മള് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ടത് ആരാണ് ആദ്യം മുന്നോട്ട് വന്നത്? നമ്മൾ ആദ്യം ഈ അതിജീവിത എന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, ആ നടിയെ സംബന്ധിച്ച് നമ്മൾ മറക്കരുത്. കാരണം അവരുടെ പോരാട്ട വീര്യമാണ് ഇന്നിവിടെ വരെ എത്തിയത്. അവരാത്മഹത്യ ചെയ്തു പോകുമോ എന്നുവരെയുള്ള വാർത്തകൾ ആ കാലഘട്ടങ്ങളിൽ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. എന്നിട്ട് പോലും അവർ യുദ്ധം ചെയ്യുകയായിരുന്നു സത്യം ജയിക്കുന്നതിനു വേണ്ടി, നീതിയും ധർമ്മവും പുലരുന്നതിനു വേണ്ടി അവര് യുദ്ധം ചെയ്തപ്പോൾ ഒടുവിൽ ലോകത്തിന്റെ മുഴുവൻ മനസാക്ഷിക്കും അവരോടൊപ്പം നിൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതാണ് മാറ്റുവിൻ ചട്ടങ്ങളെ, അല്ലെങ്കിൽ അത് മാറ്റും നിങ്ങളെ താനെന്ന് പറഞ്ഞതുപോലെ അവരുടെ ആ മാറ്റമാണ് ലോക മനുഷ്യന്റെ മനസാക്ഷിയെ വരെ മാറ്റിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അന്വേഷണം ആവശ്യപ്പെട്ട് BJPക്ക് പരാതി നൽകിയിരിക്കുകയാണ് ക്രൈം നന്ദകുമാർ. മുഖ്യമന്ത്രി, സാംസ്കാരിക മന്ത്രി, ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരെ പ്രതി ചേർത്താണ് പരാതി. ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രജനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ക്രൈം നന്ദകുമാറാണ് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് DGPക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഇന്ന് രാവിലോട് കൂടിയാണ് ഔദ്യോഗികമായി പരാതി ക്രൈം നന്ദകുമാർ നൽകിയിട്ടുള്ളത്. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ കുറിച്ച് പൊതുമുതൽ ദുരുപയോഗം, വഞ്ചന, മറവ് വഴി ക്രിമിനൽ കുറ്റം എന്നിവ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ട് FIR രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതാണ് ക്രൈം നന്ദകുമാർ DGPക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ പറയുന്നത്. ഇതിൽ പ്രതികളായ അല്ലെങ്കിൽ പ്രതികളിൽ ആരോപിക്കപ്പെടുന്ന ചിലരുടെ പേരുകൾ അടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ പരാതി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 6 പേരുടെ പേരുകളാണ് ഈ പരാതിയിന്മേൽ ക്രൈം നന്ദകുമാർ പ്രതികൾ രീതിയിൽ ഉദ്ധരിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുള്ളത്. മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയാണ് 1ാം പ്രതിയായി ക്രൈം നന്ദകുമാർ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ, കേരള ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇതിൽ പ്രതികളാണ് എന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഹോം സെക്രട്ടറി, സാംസ്കാരിക കാര്യ സെക്രട്ടറി, ഒപ്പം തന്നെ മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് എന്നിവർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ പ്രതികളാണ് അല്ലെങ്കിൽ പ്രതിസ്ഥാനത്താണ് എന്നുള്ള രീതിയിൽ ആണ് ഈ പരാതി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. K. ദാമോദരൻ നായരുടെ മകൻ എന്ന നിലയിൽ താൻ ഇത്തരത്തിലൊരു പരാതി നൽകുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് എന്നുള്ളതാണ്. അതിൽ പറയുന്ന ചില പരാതിയുടെ കാരണങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർക്കാർ 2017 ഹേമ കമ്മിറ്റി രൂപീകരിച്ചു. മലയാള സിനിമയിലെ ചലച്ചിത്ര രംഗത്തുള്ള ചൂഷണം, അതിക്രമം അടക്കമുള്ളവ നിർത്തലാക്കുന്നതിനും സ്ത്രീ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പരിപ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമുള്ള അന്വേഷണത്തിനായിരുന്നു ആ കമ്മിറ്റി നിയോഗിച്ചത്. പക്ഷേ കാര്യമായ രീതിയിൽ ഇവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. സർക്കാർ ഈ വിഷയത്തിൽ എന്തു പറയുന്നു എന്നതിലുപരി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി കണ്ടതുപോലെ ഹേമ കമ്മിറ്റിയിലെ വെട്ടിയെടുത്ത ഒരു പേജ് ഉണ്ടല്ലോ, നഷ്ടപ്പെട്ട പേജ്. അതെവിടെ? അതിനകത്താണല്ലോ ഗണേഷും മുകേഷും തുടങ്ങിയ ഒട്ടനവധി ആളുകളുള്ളത്. 4 വർഷം വരെ വെളിച്ചം കാണാത്ത, നീതിയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത, വേട്ടക്കാരെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ഈ ഒരു തുലാസ് ഇപ്പോൾ ആടിത്തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? നീതി പുലരാൻ സമയമായിരിക്കുന്നു. നടപടികൾ ഉണ്ടായിരുന്നില്ല. സർക്കാരിന്റെ ഭാഗത്തുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകളും ക്രമക്കേടുകളും ഇതിൽ ഉണ്ടായി എന്നുള്ളതിൽ ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിയും റിപ്പോർട്ട് അനധികൃതമായി മറച്ചുവെച്ചു. ഒപ്പം തന്നെ ജനങ്ങൾക്ക് അതിന്റെ ഉള്ളടക്കമടക്കം
വിട്ടുതരാനാകില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് വിശ്വാസവഞ്ചന അടക്കം കാട്ടി എന്നുള്ളതാണ് അദ്ദേഹം ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന്, കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷ റിട്ടയർഡ് ജസ്റ്റിസ് ഹേമ ഈ ക്രൂരമായ കുറ്റകൃത്യങ്ങളെ കുറിച്ച് പോലീസിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്നതും പരിവർത്തന പ്രവർത്തനങ്ങൾ കൈക്കൊള്ളുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ ചില വീഴ്ചകൾ ഉണ്ടായി നീതിപൂർവ്വതയുമാണ് എന്നുള്ളതും അദ്ദേഹം ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുകയാണ്. 5 കോടി രൂപയുടെ പൊതുമുതൽ ഉപയോഗിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അത് പൊതുജനങ്ങൾക്ക് ലഭ്യമാകാത്തത് അവരുടെ വിശ്വാസത്തെ മോശമാക്കുന്ന പ്രവൃത്തിയാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വിശ്വാസ വഞ്ചനയടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ക്രൈം നന്ദകുമാർ ഇത്തരത്തിലൊരു പരാതി നൽകിയിട്ടുള്ളത്. പരാതിയിൽ ഇനി എന്ത് നടപടി DGP സ്വീകരിക്കുമെന്നുള്ളതാണ് അറിയേണ്ടത്. അതിൽ ഏറെ നിർണായകമാണ്. ഇല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് താൻ നീങ്ങുമെന്നതാണ്. അതായത് ഇനിയും ഈ ഹേമ കമ്മിറ്റി നീതിയുക്തമായിട്ടില്ലെങ്കിൽ, നീതി പുലർന്നിട്ടില്ലെങ്കിൽ ക്രൈം നന്ദകുമാർ അല്ലേ ആള് നേരിട്ട് ഹൈക്കോടതിയിലേക്ക് സമീപിക്കും. നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇന്ന് ഇത്രയും വൈറലാകുകയും ഒരുപാട് ആളുകൾ സംഗതികൾ പുറത്തു പറഞ്ഞു, പക്ഷേ പറയാൻ സാധിക്കാത്ത, ഭാവി ജീവിതം തകർന്നു പോയ, മെന്റൽ ട്രോമ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് പെൺകുട്ടികൾ, ആയിരക്കണക്കിന് അമ്മമാർ, ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇത് കണ്ടു ഒരു പക്ഷേ മാനസികമായി മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവെട്ടം പോലെ ഒരല്പമെങ്കിലും സന്തോഷിക്കുന്നുണ്ടാവും. കാരണം ഈ കാപാലികന്മാരായ, ബലാത്സംഗ വീരന്മാരായ, കാമഭ്രാന്തന്മാരായ ഇവന്മാരുടെ പേരുകൾ പുറത്തു വരണം. ഇവരുടെ ശരിയായ മുഖം എന്താണ് എന്ന് ലോകമറിയണം. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ ഉണ്ടാകും. അപ്പോൾ ക്രൈം നന്ദകുമാറാണ് പിണറായി വിജയനെ 1-ാം പ്രതി ചേർത്ത് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നീതി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വൈകി വരുന്ന നീതി അനീതിക്ക് തുല്യമാണെന്ന് നമുക്കറിയാം. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പെൺകുട്ടികൾക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയി, അവരുടെ മാനസിക നില തകരാറിലായി പോയി, കൂടെ കിടന്ന് പലരുടെയും ഭാവി ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഇവരുടെ മോഹന വാഗ്ദാനങ്ങളിൽപ്പെട്ട് ഇന്ന് ഇവരുടെ കുടുംബം ഇവര് കാരണം അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, അന്ന് അവരനുഭവിച്ച തണലാണ് ഇന്ന് കൊള്ളുന്ന വെയില് എന്ന് വിചാരിച്ചാൽ മതി. നന്ദി. ഗുഡ് നൈറ്റ് പ്രിയപ്പെട്ടവരെ.